ഹലോ സെൽ സൊല്യൂഷൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് സാധാരണ ചൈന ഫോണുകൾ കീപാഡ് മൊബൈലിൽ നെറ്റ്വർക്ക് കംപ്ലൈൻറ്റ് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് വരാം, അതിൽ RF ക്രിസ്റ്റൽ എന്തിനാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള ഫുള്ള് വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ ശ്രദ്ധിച്ച് കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നിങ്ങൾ നെറ്റ്വർക്കിൻ്റെ കംപ്ലൈൻ്റ് ആണെന്നൊരു നിങ്ങൾ ആൻറ്റിനയും ഈ ബോർഡിലെ ആൻറ്റിന കണക്റ്റ് ആവുന്ന ഭാഗവുമായിട്ട് കറക്റ്റ് ആണോ എന്ന് നോക്കണം. ഏത് ഫോണാണേലും, ഇപ്പം വലിയ ഫോണിലും ഈ കംപ്ലൈൻ്റ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ചെറിയ ഫോണാണേലും വലിയ ഫോണാണേലും ആൻറ്റിന കറക്റ്റ് ആണോ മുട്ടിയിരിക്കുന്നത് നോക്കുക. പിന്നെ ഇതിനകത്ത് ഈ ആൻറ്റിന സ്വിച്ച് എക്സ്റ്റേണൽ ആൻറ്റിനയുടെ കണക്ടർ ഉണ്ടാവും. അപ്പോൾ അതിൽ കയറുന്നുണ്ടോ, അതിനപ്പുറത്ത് കറക്റ്റായിട്ട് ഈ IC-യിലേക്ക് വരുന്നുണ്ടോ എന്ന് നോക്കുക. കണക്ഷൻ ആൻറ്റിനയുടെ കണക്ഷൻ വന്നാൽ മാത്രമേ ഈ നെറ്റ്വർക്ക് വർക്ക് ചെയ്യുള്ളൂ കറക്റ്റായിട്ട്. പിന്നെ നിങ്ങൾ പ്രധാനമായിട്ട് ഈ നെറ്റ്വർക്ക് സെർച്ച് ചെയ്യുമ്പോൾ എറർ കാണിക്കുന്നത് മെയിനായിട്ടുള്ള ഒരു കമ്പോണൻ്റാണ് ഈ ക്രിസ്റ്റൽ. അപ്പോൾ ഈ ഫോണിൻ്റെ പ്രശ്നം ഈ ക്രിസ്റ്റലാണ്. അപ്പോൾ അത് ഒന്ന് പറയാനായിട്ട് വന്നതാണ്. അപ്പോൾ ഈ ക്രിസ്റ്റൽ നിങ്ങൾ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വേറൊരു മൊബൈലിൽ നിന്ന് അഴിച്ച് ഒരു ക്രിസ്റ്റൽ അങ്ങ് വയ്ക്കുക. സെയിം ചൈന ഫോൺ തന്നെ ഏതെങ്കിലും ഒരു ബോർഡ് എടുത്താൽ മതി. അപ്പോൾ അതിനകത്ത് ചില സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില എഴുത്തൊന്നും ചില ഫോണുകളിൽ കറക്റ്റായിട്ട് കാണുന്നുണ്ടാകുകയില്ല. അപ്പോൾ നിങ്ങൾ കറക്റ്റ് പൊസിഷനുണ്ട്, ഇതിന് പൊസിഷൻ കറക്റ്റ് നോക്കി വെച്ചില്ലെന്നൊരിയിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഇത് പ്രശ്നം കൂടുതൽ വഷളാകാനായിട്ട് സാധ്യതയുണ്ട്. ചിലപ്പോൾ നെറ്റ്വർക്ക് കറക്റ്റായിട്ട് കിട്ടിയാൽ ആകെപ്പാടെ മൊത്തം പ്രശ്നമാകും. അപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള പൊസിഷനിൽ നിങ്ങൾ എടുക്കുന്ന ബോർഡിൽ നോക്കുക. ഇതിൻ്റെ സർക്യൂട്ട് ഏകദേശം സർക്യൂട്ട് ഇതൊക്കെ ഇപ്പോൾ ഓരോ ലെഗും കയറുന്നത് നോക്കിയാൽ അറിയാം. ഇതിൻ്റെ ഒരു ലെഗ് ഈ IC-യിലേക്കാണ് കയറുന്നത്. ഇതിൻ്റെ പവറും CPU എല്ലാം കൂടിയിട്ട് ഒരു IC ആണ്. അപ്പോൾ ഇതിനകത്തേക്കാണ് ക്രിസ്റ്റലിൻ്റെ ഒരു കണക്ഷൻ കയറുന്നത്. ആ ഒരു ഇത് കൂട്ട് വെച്ച് നിങ്ങൾ കറക്റ്റായിട്ട് ആ ഒരു പൊസിഷൻ വെച്ച് നിങ്ങൾക്ക് വയ്ക്കാവുന്നതാണ്. അങ്ങനെ നോട്ട് ചെയ്യേണ്ടവർക്ക് അങ്ങനെ നോട്ട് ചെയ്യാം. അപ്പം എങ്ങനെയായാലും കറക്റ്റായിട്ട് ഈ ക്രിസ്റ്റൽ വയ്ക്കുക. ക്രിസ്റ്റൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ഈ നെറ്റ്വർക്ക് പ്രോബ്ലം സോൾവ് ആകുന്നതാണ്. ഏറ്റവും കൂടുതൽ വരുന്ന ഒരു കമ്പോണൻസ് ആണ്, ഇത് പറയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ബെല്ലൈക്കൺ അമർത്തി വെച്ചാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ബെല്ലൈക്കൺ അമർത്തി വയ്ക്കുക. അപ്പോൾ ഒരു പുത്തൻ കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.